അങ്ങനെ നോറയും ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നോറയ്ക്ക് പക്ഷെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോറ കയറി വരുന്നു. എല്ലാരോടും ഭയങ്കര ചിരിച്ച് കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന പുതിയൊരു നോറ. നോറയ്ക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നോ? എല്ലാരോടും നന്നായിട്ട് നല്ല സന്തോഷമായിട്ട് സംസാരിക്കുന്ന ഒരു നോറ. നോറ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മുടെ സിജോയും സായിയും നന്ദനയും കൂടെ കയറി വരുന്നത്. അവർക്കും പാട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അവര് കയറി വരുന്നു, എല്ലാരോടും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സായിനെ പോയിട്ട് ജാസ്മിൻ ഹഗ് ചെയ്യുന്നു. അതിൽ ജാസ്മിൻ കരയുന്നു. ജാസ്മിൻ കരഞ്ഞിട്ട് മാറി പുറത്തുള്ള സോഫയിൽ പോയിരിക്കുമ്പോഴത്തേക്കിനും റസ്മിൻ അവിടെ വന്നിരിക്കുന്നു. അപ്പം റസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, റസ്മിനെ നീ ഇപ്പൊ എന്നോട് ഒന്നും പറയല്ലേ, എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ തലയിലോട്ട് കയറത്തില്ല എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഗബ്രി വരുന്നു. അപ്പൊ ഗബ്രി വന്നിട്ട് ജാസ്മിന്റെ അടുത്ത് ഇങ്ങനെ ജാസ്മിന്റെ ഷോൾഡറിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പം റസ്മിൻ ജാസ്മിന്റെ അടുത്ത് പറയാണ്, നിന്റെ ലക്ഷ്യം ജയിക്കണമെന്നുള്ളതാണ്. പുറത്തെ കാര്യം പുറത്തിറങ്ങിയിട്ടാണ്. ഇപ്പൊ ജയിക്കണം എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവാണ് റസ്മിൻ. അപ്പം ഗബ്രി പറയുന്നുണ്ട്, ഇവൾ ആരാന്ന ഇവിടെ വിചാരം, മിക്കവാറും ഇന്ന് ഇവിടെ ഒരു അടി പൊട്ടും, അന്ന് കൊടുക്കാനിരുന്ന ഞാൻ ഇന്ന് കൊടുക്കും എന്നൊക്കെ ഗബ്രി ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്. അതേപോലെ വേറെ ആരോട് നീ കാര്യം പറഞ്ഞാലും ഇവളോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡില് റസ്മിൻ അപ്സരനെ വിളിച്ചുകൊണ്ട് ബാത്റൂമിന്റെ സൈഡിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അപ്സരന്റെ അടുത്ത് പറയാണ്, അപ്സര ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇപ്പൊ അപ്സരയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമ്മൾ തമ്മിലുള്ളൊരു ഇതിന്റെ പേരിൽ ഞാൻ പുറത്തു പോയി, അപ്സര ഇവിടെ നിന്നു. ഞാൻ തിരിച്ചു കയറി വന്നതിന് ശേഷം എന്താണോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അത് തന്നെ ആവർത്തിച്ച് പിന്നെ നിന്നെ പറഞ്ഞ് ഞാൻ നെഗറ്റീവ് ആക്കുകയാണ്, നിന്നെ ഭയങ്കരമായിട്ടും വിഷമിപ്പിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്സര പറയുന്നുണ്ട്, റസ്മിനെ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല. കാരണം അങ്ങനെ ഞാനാണ് നിന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആരോടും പോയിട്ട് പുറത്ത് എന്റെ എങ്ങനെയാണ്, ഞാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പോയി ചോദിക്കാൻ നിൽക്കാറില്ല. അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞാലും ഞാൻ അത് ഇഗ്നോർ ചെയ്ത് വിടും. കാരണം ഇവിടെ പിന്നെ ഞാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്, അപ്പൊ ഗെയിം കളിക്കേണ്ടതെന്ന്. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, ഇപ്പൊ ഓരോരുത്തരും ഒരേപോലെ അല്ലേ, അപ്പം അപ്സര അങ്ങനെ ആയിരിക്കുന്നു. അപ്പൊ അപ്സര പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ അതെടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കുന്നത്, അത് അവരുടെ കാര്യമല്ലേ. ഇപ്പം അതെ റസ്മിൻ എന്താന്ന് വെച്ചാൽ ഗബ്രീനെയാണ് ഈ പറയുന്നത് മൊത്തം. ഗബ്രി എന്തോ ഇവിടെ വന്നിട്ട് നെഗറ്റീവായിട്ട് എന്തോ പറഞ്ഞു എന്നുള്ളതാണ് റസ്മിൻ വിചാരിക്കുന്നത്. പക്ഷെ ഗബ്രി ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ രണ്ടാമത് കയറി വന്നതിന് ശേഷം ജാസ്മിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ ജാസ്മിൻ ആണ് ഒന്നിലും ഒരു പരിധി ഇല്ലാതെ ഗബ്രീന്റെ അടുത്ത് പെരുമാറുന്നതിലായാലും സംസാരിക്കുന്നതിലായാലും ഇടപഴകുന്ന രീതിയിലായാലും ഒന്നും ഒരു ലിമിറ്റ് വെക്കുന്നില്ല. അതായത് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ബോർഡർ ലൈൻ വേണം. അത് അന്നും ജാസ്മിൻ ഇല്ല, ഇന്നും ജാസ്മിൻ അത് അറിയില്ല. വന്ന ഒരു കുറച്ചു നേരത്തേക്ക് ജാസ്മിൻ മാക്സിമം ശ്രമിച്ചു അങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പഴയതുപോലെയൊക്കെ തന്നെയായി. പക്ഷെ ഗബ്രി ഇവിടെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പല സന്ദർഭത്തിലും. ഇതിപ്പൊ നീ ഇത് പറയുന്നതിന് അല്ലെങ്കിൽ ഈ രീതിയിൽ പെരുമാറുന്നത് നിനക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടേ മനസ്സിലാവത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ ഇവിടെ ജാസ്മിൻ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് പെരുമാറാനായിട്ട് അറിയില്ല. അത് ഓവറായി പോകുന്നു. അതായിരുന്നു ഇവരുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ കോംബോയിലുള്ള പ്രശ്നം. ഇപ്പൊ ഗബ്രി പറഞ്ഞതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു പറയണ പോലെ ഇവിടെ റസ്മിൻ പറയണത് എനിക്ക് അവനെ അടിക്കാനൊക്കെ തോന്നുന്നു എന്നൊക്കെയാണ്. ഇപ്പൊ ഇവരിവിടെ നിന്നിരുന്ന സമയത്തും റസ്മിനും ഗബ്രിയും തമ്മിൽ ഈ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ടും ഒരു ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ തിരിച്ചു വന്നിട്ടും അതേ കാര്യത്തിന് തന്നെ. അപ്സര റസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയിട്ട് പിന്നെ ഇത്രയും പ്രഷർ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്സര പറയുന്നത് അതിൽ ഗബ്രീനെ മാത്രം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ശരിയാണ്. കാരണം ജാസ്മിൻ ആണല്ലോ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിനും ആ ബോധം വേണ്ടേ. അല്ലാതെ ജാസ്മിനും അതിനനുസരിച്ചിട്ട് പെരുമാറിയിട്ട് പിന്നെ അതിൽ ഗബ്രീനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഗബ്രിയും ജാസ്മിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ജാസ്മിൻ നന്നായിട്ട് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഗബ്രി പറയുന്നുണ്ട്, ഈ 48 മണിക്കൂറിൽ നീ തളർന്നു പോയാൽ നിന്നെ ദ്രോഹിച്ചവരും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ സന്തോഷിക്കും. നിന്റെ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ 50 ഇരട്ടി ഞാൻ വീട്ടിലിരുന്നിട്ട് അനുഭവിച്ചതാണ്. പിന്നെ ഇവിടെ ചിരിച്ചുകൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരുടെ ഒക്കെ മുന്നിൽ പിന്നെ നീ അവർ വിഷമിക്കുമ്പോൾ പോയി സമാധാനിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗബ്രി പറയുന്നുണ്ട്, ഇവിടെ ഒരാഴ്ച അനുഭവിച്ചത് വെച്ചിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ 100 ഇരട്ടി ഇവിടെ ഇത്രയും ദിവസം നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്ര മനക്കരുത്തുണ്ടെന്ന് നീ ചിന്തിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ സിബിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതാണ്. അതേപോലെ ഗബ്രി പറയുന്ന വേറൊരു കാര്യമുണ്ട്, നിന്നെ സ്നേഹിച്ചവർ നിന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അതായത് നിനക്ക് സ്നേഹിക്കാനേ പറ്റുള്ളൂ, നിനക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഗബ്രി ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, അത് മറ്റുള്ളവർ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണെന്നാണ്
ഇപ്പോഴും ഗബ്രി ഇപ്പൊ ഇന്റർവ്യൂസിലായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ ചെന്നിട്ട് ജാസ്മിന്റെ അടുത്തും പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ വേദനിച്ചിട്ടുള്ളത് നാട്ടുകാരുമല്ല, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നവരും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് നിങ്ങളുടെ പ്രവൃത്തിയിൽ വേദനിച്ചിട്ടുള്ളത്. അപ്പൊ അവര് നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവർ മനസ്സിലാക്കണമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ന്യായീകരിച്ചോ അല്ലാതെയോ വീട്ടിലുള്ളവരെയും കൂടെ നിൽക്കുന്നവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലത്. അതേപോലെ ഗബ്രി പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാർ പറയുന്നതാണ് കേൾക്കേണ്ടത്. ഇപ്പൊ ഞാൻ പോലും അല്ല, നിന്റെ വീട്ടുകാർ പറയുന്നതാണ് നീ മനസ്സിലാക്കേണ്ടത്. നിന്റെ വീട്ടുകാരാണ് നിന്റെ ഏത് മോശം അവസ്ഥയിലും നിന്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർക്കാണ് എന്നുള്ളത് ഗബ്രി പറയുന്നുണ്ട്. ഗബ്രി കുറേ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനിടയ്ക്കൂടെ ഈ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ളൊരു കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നോറ വരുന്നുണ്ട്. നോറ മൊത്തം ഒരു ചേഞ്ച് കേട്ടോ. നമ്മൾ കണ്ട നോറയേ അല്ല, ഇതൊരു പുതിയൊരു നോറ. അപ്പൊ നോറ ജാസ്മിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ട്. ജാസ്മിനോട് പറയുന്നത്, നീ പുറത്തിറങ്ങുമ്പോൾ കുറെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളാണ്. അവരവര് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് പറയുന്ന, ഇപ്പൊ നീ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ മറ്റുള്ളവർ പറയുന്ന അവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുക്കുക എന്നുള്ളത് നോറ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണ്. ഇപ്പം ജാസ്മിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോരുത്തരും വിമർശിക്കുന്നതോ അതല്ലാത്തതോ, അതേപോലെ തന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അപ്പം അതൊക്കെ നോറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും പറയുന്നത് അവരുടെ അഭിപ്രായങ്ങളാണ്, അത് അങ്ങനെ തന്നെ എടുക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്കാണ് അടുത്ത പാട്ട് വരുന്നത്. നമ്മുടെ ശ്രീതു കയറി വരുന്നത്. ശ്രീതു എല്ലാവർക്കും വന്നിട്ട് എല്ലാവരോടും ഭയങ്കര ഹഗ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അർജുനോട് മാത്രം അത്രയ്ക്ക് അങ്ങോട്ടില്ല. അപ്പം ഗബ്രി ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ സന്തോഷമല്ല, എന്നാലും ഓക്കെ എന്നുള്ളൊരു ഇതിലാണെന്ന് പറയുന്നുണ്ട് ഈ ശ്രീതുവിന്റെ അമ്മ. അപ്പൊ അർജുൻ ചെന്ന് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും മിണ്ടുവെങ്കിലും ചെയ്യടി, മൈൻഡെങ്കിലും ചെയ്യടി എന്ന് പോയി പറയുന്നുണ്ട്. ഇപ്പൊ പുറത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. ഇവിടെ ശ്രീധുവിന്റെ കാര്യത്തില് ശ്രീധുവിന്റെ അമ്മയ്ക്ക് ഈ കോംബോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഫാമിലി വീക്കില് ശ്രീധുവിന്റെ അമ്മ വന്ന സമയത്ത് ശ്രീധുവിന്റെ അടുത്ത് പിന്നെ ഈ കോംബോ ഇഷ്ടമല്ല, രാത്രിയുള്ള സംസാരങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അത് അന്ന് പിന്നെ ശ്രീധുവിന് മനസ്സിലാവുകയും ചെയ്തായിരുന്നു. അന്ന് തൊട്ടാണ് ശ്രീധുവിന് അർജുൻ ഫേക്ക് ആണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ വന്നു തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഈ കോംബോ ആയിട്ട് തന്നെയാണ് ശ്രീധു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശ്രീധുവിന്റെ ഒരു ബേസിക് നേച്ചർ ഇപ്പം അമ്മയ്ക്ക് അറിയാമല്ലോ, ശ്രീധു ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. അത് അമ്മ ഫാമിലി റൗണ്ടിൽ പറഞ്ഞപ്പോഴും മനസ്സിലായി ഇത് തന്നെയാണ് വീട്ടിലും എന്നുള്ളത്. അപ്പൊ ശ്രീധുവിന്റെ അടുത്തുനിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പൊ എല്ലാത്തിലും കയറി പ്രതികരിക്കണമെന്നൊക്കെ അമ്മ വന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് തന്നെ അറിയാം ശ്രീധു അങ്ങനത്തെ ഒരു നേച്ചറുള്ള കുട്ടിയല്ല എന്നുള്ളത്. പിന്നെ ഈ കോംബോയിലുള്ള ഇഷ്ടക്കേട് അമ്മ അന്ന് വന്നപ്പോഴത്തേക്കിനും തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധു അത് മാറ്റാനും നിന്നിട്ടില്ല. പക്ഷെ ശ്രീധുവിന്റെ മനസ്സിൽ ഇങ്ങനെ അർജുൻ ഫേക്ക് ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു താനും. ഇപ്പൊ തിരിച്ചു വന്നപ്പോഴും അമ്മ അത്ര ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കണം ശ്രീധു ഇപ്പൊ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. ഈ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിട്ടുള്ള കോംബോസിൽ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ളതും അധികം വെറുപ്പിക്കാത്തതായിട്ടുള്ള കോംബോ അർജുൻ്റെയും ശ്രീധുവിൻ്റെയാണ്. കാരണം അവർ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് വെക്കുകയോ പിന്നെ നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലോ ഭയങ്കര ക്രിഞ്ചടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ കോംബോസ് ഇഷ്ടമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഗബ്രി പറയുന്നുണ്ടല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നുള്ളത്. ഈ സായി സിജോ നന്ദന കോംബോയിലും സെയിം തന്നെയാണ്. അതിനുള്ളിലെ ഗെയിം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഗബ്രിന്റെയും ജാസ്മിന്റെയും കാര്യത്തില് ജാസ്മിൻ പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അത് വേറൊരു വശമാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ ഉള്ളിലെ ഗെയിം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് 24/7 കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരേ ആക്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നമുക്കൊരു ആവർത്തന വിരസത വരുന്നു. അത് ക്രിഞ്ചടിപ്പിക്കുന്ന സംസാരവും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ ഈ സായിന്റെയും സിജോന്റെയും നന്ദനേന്റെയും കാര്യത്തിൽ ഏകദേശം എന്തൊക്കെയാണോ തോന്നിയിട്ടുണ്ടായിരുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഗെയിമിന്റെ വശം നോക്കുമ്പോൾ ഈ ജാസ്മിന്റെയും ഗബ്രിന്റെയും വിഷയത്തിൽ കോംബോയിലും തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സായി സിജോ നന്ദന ചെയ്യുന്നതും നാട്ടുകാർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വലിയ എന്റർടൈൻമെന്റ് ഒന്നും തരാതെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന സമയത്ത് ആൾക്കാർക്ക് ബോറടിക്കും. അതില് നോറ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ അഭിപ്രായം മോശം ആണെന്നുണ്ടെങ്കിൽ അത് അവർ മോശമാണെന്ന് തന്നെ പറയുകയും ചെയ്യും. അതില് നാട്ടുകാർ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല.